ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുത്തേക്കാം. കുറേ നാളായിട്ട് ഞാനങ്ങനെ വ്ളോഗൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഒരു 2-3 മാസമായിട്ട് വീഡിയോസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും തുടങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വൈകുന്നേരമായിട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും ക്ലിപ്പിങ്സ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ വെളിയിൽ നിന്ന് അൽഫാമും മന്തിയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊന്നും നോക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഒരു രസത്തിന് വാങ്ങിക്കാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്കെല്ലാം. അപ്പോൾ പിള്ളേരെ എല്ലാം റെഡിയാക്കി നമ്മളുടെ അൽഫാമും മന്തിയും കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇടയ്ക്കൊക്കെ അങ്ങനെ എൻജോയ്മെൻ്റ് ഒക്കെ വേണമല്ലോ. അങ്ങനെ ഇന്ന് വർക്കുള്ള ഡേ ആയതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുള്ള വീടിൻ്റെ കോലമാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാ ദിവസവും. രാവിലെ തിരക്കിട്ട് പോകുമ്പോൾ പലതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തിയിട്ടിട്ടായിരിക്കും പോകുന്നത്. തിരിച്ചു വന്നാലുള്ള ആദ്യത്തെ പണി ഇതെല്ലാം അടുക്കി ഒതുക്കി പെറുക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല, എല്ലാം അവിടെ ഇവിടെയൊക്കെ ആക്കി വെക്കും. അപ്പോൾ ഞാൻ എൻ്റെ പണികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർത്തു. ദാ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്, എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എഗെയിൻ നാളെ വീണ്ടും ഇത് അലങ്കോലമായിട്ട് മാറും. എന്നാലും നമുക്ക് ഒരു സമാധാനമാണല്ലോ ഇങ്ങനെ അടുക്കി പെറുക്കി കാണും. നേരെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വന്നിട്ടുണ്ട്. അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കലും അതിൻ്റെ ഫുഡ് കഴിപ്പും ഒക്കെയാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അവിടെ എടുത്തപ്പോഴാണ് ഞാനിന്ന് ബെഡ് വിരിക്കാൻ വേണ്ടി എടുത്തപ്പം പുതിയൊരു ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിനുള്ളിൽ ഉൾപ്പെടുത്താം എന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വരുന്നത്. നല്ലൊരു കാർട്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ള ജിറാഫിൻ്റെ പിക്ചറൊക്കെയുള്ള നല്ല അടിപൊളി ബെഡ്ഷീറ്റ്. ഫ്ലിപ്കാർട്ടിൽ എന്തോ നമ്മുടെ ഓഫർ സെയിൽ നടന്നപ്പം ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് സൈഡിൽ എലാസ്റ്റിക് ഉള്ളതാണ്. അപ്പം 2 പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. കഴിയുമ്പോൾ എങ്ങനെയാവും എന്നെനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ വിരിച്ചപ്പോൾ നല്ല കട്ടിയൊക്കെ തോന്നുന്നുണ്ട്. നല്ല ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് കഴുകിയതിന് ശേഷം ബാക്കി എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ പീസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ദിവസം കൂടി എത്തി കേട്ടോ. അപ്പോൾ ഇത് 3-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കുഞ്ഞി മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നല്ല ഒന്നാന്തരം അച്ചാറിട്ട് വെക്കാം. അത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഇരുന്നോളും. ബാക്കി കറിയൊക്കെ വെച്ചാലും 2 ദിവസം അതിന് ശേഷം കഴിക്കാൻ ആർക്കും താല്പര്യം കാണത്തില്ല. അപ്പോൾ അച്ചാറൊക്കെ ആണെങ്കിൽ അതവിടെ ഇരുന്നോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞി മത്തി മേടിച്ചത്. കൂടാതെ നമ്മൾ നല്ല വാളമീൻ മേടിച്ചിട്ടുണ്ട്. കപ്പയും വാളയും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല നെയ്യൊക്കെയുള്ള നല്ല വാളയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറിയാക്കാം ഇന്ന്. പിന്നെ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മീനച്ചാറും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം റെഡിയാക്കണം. അപ്പോൾ നല്ല ഒന്നര പണിയാണ് കേട്ടോ. നല്ലൊരു ടൈം എടുക്കും ഈ ഒരു മത്തി ക്ലീൻ ചെയ്ത് കിട്ടാൻ. കടയിൽ നിന്ന് ഇതൊന്നും ക്ലീനാക്കി തരത്തില്ല, ഇത്ര കുഞ്ഞതാണല്ലോ. തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പണിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടേക്കും. അതിന് നമ്മുടെ സഹായം ആവശ്യമില്ലല്ലോ, അത് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കാം. അങ്ങനെ അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ചെണ്ടൻ കപ്പയും വാളമീൻ കറിയും റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി വരും. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പല ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.
ബൈ.